ഹലോ ഗൈസ്, ഇസ ലൈഫ് സ്റ്റൈൽ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു കുഞ്ഞ് ഹെയർ കെയർ ടിപ്പുമായിട്ടാണ്. ഞാൻ കുറച്ച് നാൾ മുമ്പ് യൂസ് ചെയ്തിരുന്ന ഹെയർ പാക്കാണ്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് യൂസ് ചെയ്യുന്നില്ല. അപ്പം ഞാൻ ചോദിച്ചാൽ എന്തായാലും അതിന് മുടി കൊഴിച്ചിലുണ്ട്. അപ്പം വീണ്ടും അത് ഇട്ട് തുടങ്ങാം. അപ്പോൾ അത് നിങ്ങളെ കൂടി ഒന്ന് കാണിക്കാം. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് കാണിക്കാമെന്ന് വെച്ചിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. വീട്ടിൽ മൈലാഞ്ചി ഇലകളുണ്ട്, അത് തന്നെ ആദ്യം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കുഞ്ഞ് കറ്റാർവാഴ. പിന്നെ നമ്മൾ മിക്സഡ് ജാറിലേക്ക് ചെമ്പരത്തി ഇലയും തുളസി ഇലയും മൈലാഞ്ചി ഇലയെല്ലാം നല്ല രീതിക്ക് തന്നെ വാഷ് ചെയ്തിട്ടിട്ടുണ്ട്. കാരണം ഇപ്പോൾ നല്ല പൊടിയല്ലേ, അതുകൊണ്ട് നല്ലോണം വാഷ് ചെയ്തിട്ട് ഇടുക. അതിന് ശേഷം കുറച്ച് തൈര് കൂടി ഇട്ടിട്ട് നല്ല രീതിക്കൊന്ന് പേസ്റ്റ് വരുന്നതിൽ കൺസിസ്റ്റൻസിയിൽ ഈ കൺസിസ്റ്റൻസിയിൽ നമുക്ക് അരച്ചെടുക്കണേ. കറ്റാർവാഴ അടിക്കാൻ മറന്നു, അതുകൂടെ നല്ല രീതിക്ക് അരച്ചതിന് ശേഷം ഓരോരോ പാർട്ടീഷൻ എടുത്ത് മുടിയിലൊന്ന് തേച്ച് കൊടുക്കുക. നല്ല രീതിക്ക് തേച്ച് കൊടുത്ത് എല്ലാ സൈഡിലും ആയതിനു ശേഷം മുടി നല്ലോണം കെട്ടി വെച്ചിട്ട് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കും. 2 മണിക്കൂർ ശേഷം അതൊന്ന് ഉണങ്ങി കിട്ടും. എന്നിട്ട് അത് നമുക്ക് വാഷ് ചെയ്യാം. അതിന് ശേഷമുള്ള റിസൾട്ട് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഞാൻ വാഷ് ചെയ്തിട്ട് വന്നിട്ടുള്ള റിസൾട്ടാണ് ഏതാണ്ട് നിങ്ങളെ കാണിക്കുന്നത്. ഞാൻ ഷാമ്പുവോ കണ്ടീഷനോ ഒന്നും തന്നെ യൂസ് ചെയ്തിട്ടില്ല. ആദ്യം എൻ്റെ മുടി ശ്രദ്ധിച്ചവർക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ എന്ത് മാറ്റമുണ്ട്, നല്ല സ്മൂത്തായിട്ട് കിടക്കും നമ്മുടെ മുടി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം ഒന്ന് പറയണേ. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ, ബൈ.